സ്റ്റുഡിയോസ്. അനിമേറ്ററും ചലച്ചിത്രകാരനും മാങ്ക ആർട്ടിസ്റ്റുമായ ഹയാओ മിയാസാക്കിയും ഇസാओ തകഹാത്തയും കൂടി ഒരുമിച്ച് ചേർന്ന് തുടങ്ങിയ സ്ഥാപനമാണ് ജിബ്ലി സ്റ്റുഡിയോസ്. മൈ നെയ്ബർ ടൊട്ടറോ, പ്രിൻസസ് മൊണോനോക്കെ, സ്പിരിറ്റഡ് അവേ തുടങ്ങിയ വളരെ പ്രശസ്തമായ ജാപ്പനീസ് അനിമേ മൂവികൾ സൃഷ്ടിച്ച സ്റ്റുഡിയോയും കൂടിയാണ് സ്റ്റുഡിയോ ജിബ്ലി. ആർട്ട് ലൈഫിന് തന്നെ ഇൻസൾട്ട് ആണെന്ന് വിചാരിക്കുന്ന ഒരു കലാകാരൻ. എന്നാൽ ആ കലാകാരൻ്റെ സൃഷ്ടിയെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇതേ ഉപയോഗിച്ച് റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അതിന് ജിബ്ലി ട്രെൻഡ് എന്ന പേരും. അനിമേഷൻ്റെ ആർട്ടിസ്റ്റിക് നിലവാരം ഉയർത്തുകയും മനോഹരമായ വൈവിധ്യമായ കഥകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാനും സ്റ്റുഡിയോ ജിബ്ലിക്ക് സാധിച്ചു. ജിബ്ലി സ്റ്റുഡിയോസിൻ്റെ പേര് തന്നെ പല വിധത്തിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഗിബ്ലി എന്നും ജിബ്ലി എന്നും പറയുന്നുണ്ടെങ്കിലും ഹയാओ മിയാസാക്കി വിളിച്ചിരുന്നത് ജിബ്ലി എന്നാണ്. ജിബ്ലി സ്റ്റുഡിയോസിൻ്റെ സൃഷ്ടികളെ പറ്റി പറയാനാണെങ്കിൽ അനവധി കാര്യങ്ങളുണ്ട്. ഹയാओ മിയാസാക്കിൻ്റെ ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ആത്മാവിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രതിഫലനമായി ഉണ്ടായതാണ്. അതൊരു എഐക്കും റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. ഇനി റെപ്ലിക്കേറ്റ് ചെയ്താലും അതിന് ഹൃദയമുണ്ടാവില്ല, ആത്മാവുണ്ടാവില്ല, അതിൻ്റെ ഇമോഷൻസ് ഒന്നും പകർത്തിയെടുക്കാൻ സാധിക്കുകയില്ല. ജിബ്ലി സ്റ്റുഡിയോസിൻ്റെ കഥകളും കഥാപാത്രങ്ങളും ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളും പാരിസ്ഥിതിക സന്ദേശങ്ങളും അതുപോലെ തന്നെ ഫാൻറ്റസി കഥകളുമാണ്. ഈ കഥകൾക്ക് എല്ലാം അംഗീകാരം കിട്ടിയിട്ടുമുണ്ട്. 2003 സ്പിരിറ്റഡ് അവേ എന്ന അനിമയ്ക്ക് മികച്ച ആനിമേഷനുള്ള ഓസ്കാർ ലഭിക്കുകയും അതുപോലെ തന്നെ 2024 മിയാസാക്കിയുടെ തിരിച്ചുവരവായ ദ ബോയ് ആൻഡ് ദ ഹെറോൺ എന്ന ചിത്രത്തിനും മികച്ച ആനിമേഷനിലുള്ള അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഇനി എങ്ങനെ ജിബ്ലി ട്രെൻഡ് ഉണ്ടായി? ഓപ്പണയുടെ സഹായത്തോടെ നിമിഷ നേരം കൊണ്ട് സ്വന്തം ചിത്രം ജിബ്ലി സ്റ്റൈലിലേക്ക് മാറ്റാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനം വന്നതോടെയാണ് ഈ ട്രെൻഡിൻ്റെ തുടക്കം. ഇത് ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയും എല്ലാവരും ഈ ട്രെൻഡിനൊപ്പം ചേരുകയും ചെയ്തു. ജിബ്ലി സ്റ്റൈൽസ് ട്രെൻഡിങ് ആകുമ്പോൾ അതിൻ്റെ സൃഷ്ടാവായ മിയാസാക്കി ഇങ്ങനെ പറഞ്ഞു തോർക്കുന്നു: ഞാൻ വെറുക്കുന്നു, ഒരിക്കലും എൻ്റെ കലയോട് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ യുടെ ആവശ്യമില്ല. ഒരു കലാകാരന് പകരമാകുന്നതുമില്ല. കാരണം ഓരോ ജിബ്ലി സ്റ്റുഡിയോസിൻ്റെ ക്യാരക്ടേഴ്സും സിനിമകളും അത്രയും കാലമെടുത്ത് കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ്. അതിൻ്റെ ആഴം ഒരിക്കലും ഒരു ക്കും റെപ്ലിക്കേറ്റ് ചെയ്യാനും സാധിക്കില്ല. കലകളെയും കലാകാരന്മാരെയും അവസാനിപ്പിക്കുമോ എന്ന ചോദ്യം ബാക്കിയാവുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ചിത്രങ്ങൾക്ക് ഒരിക്കലും ആത്മാവുണ്ടാകില്ല. അത് സ്റ്റുഡിയോ ജിബ്ലിയുടെ ചിത്രങ്ങൾ പോലെ ജീവനും ഉണ്ടാവില്ല.